സ്ത്രീകൾ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അയാൾ വരുന്നത്. ഇവിടെ വന്ന് സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ശരിക്കും അത് വീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഈ സ്ഥാപനം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്ന് അതിൻ്റെ പുറകിൽ കയറി പിടിച്ചു. കുറച്ച് മൂവ് ചെയ്ത് എന്നെയും കൊണ്ട് കുറച്ച് അങ്ങോട്ട്, അപ്പം ഞാൻ പുറകിലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, പുള്ളിക്ക് ബാലൻസ് കിട്ടുന്നില്ല. അങ്ങനെ മറിഞ്ഞപ്പോഴത്തേക്ക് മാല പൊട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച കള്ളന്റെ സ്കൂട്ടറിൽ തൂങ്ങിക്കിടന്ന സിനിമാ സ്റ്റൈലിൽ അതിസാഹസികമായി ആ മാല വീണ്ടെടുത്തിരിക്കുകയാണ് ഒരു യുവതി. ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃഷ്ണപുരത്താണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായത്. കൃഷ്ണപുരത്ത് RR ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന രജനിയുടെ സ്വർണ്ണമാലയാണ് പട്ടാപ്പകൽ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് കടന്നു കളയാൻ ഒരാൾ ശ്രമിച്ചത്. ഒടുവിൽ ആ കള്ളനെ രജനിയും നാട്ടുകാരും ചേർന്ന് പിടികൂടി കായംകുളം പോലീസിന് കൈമാറുകയും ചെയ്തു. ഭരണിക്കാവ് സ്വദേശിയായിട്ടുള്ള നെൽസനാണ് ഇത്തരത്തിൽ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാരുടെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഒരു 2:30 മണിയോടുകൂടി ഒരാൾ ഇവിടോട്ട് പ്ലാൻ വരയ്ക്കാനാണെന്ന് പറഞ്ഞ് കയറി വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? അപ്പം പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു. പെർമിറ്റ് എടുക്കാനാണോ കംപ്ലീഷൻ ചെയ്യാനാണോ എന്ന് ചോദിച്ചു. അതായത് നമ്പറിങ്ങിനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പെർമിറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. പെർമിറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സൈറ്റ് എവിടെയാണെന്ന് ചോദിക്കുകയും പുള്ളി പോക്കറ്റിൽ നിന്നൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് എന്നെ കുത്താനായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി എണീറ്റ് ഇങ്ങനെ നിന്നു. പുള്ളി പെട്ടെന്ന് എൻ്റെ കഴുത്തിലോട്ട് ഇത് കുത്താനായിട്ട് ഞാൻ അതിൽ കയറി, ഞാനിങ്ങനെ പിടിക്കാൻ അതിലാണ് കയറി പിടിച്ചത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടിട്ട് എൻ്റെ കഴുത്തിൽ കിടന്ന മാല പറിച്ചുകൊണ്ട് വിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രൂ ഡ്രൈവർ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് കുറച്ച് എൻ്റെ കയ്യിൽ മുറിവുണ്ട് പുള്ളിയുടെ നഖം കൊണ്ടിട്ട്, അതും പറിച്ചുകൊണ്ട് വെളിയിലോട്ട് ഓടി. പുള്ളിയുടെ ബൈക്ക് അവിടെ ഇരുന്ന് പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്ന് അതിൻ്റെ പുറകിൽ കയറി പിടിച്ചു. കുറച്ച് മൂവ് ചെയ്ത് എന്നെയും കൊണ്ട് കുറച്ച് അങ്ങോട്ട്, അപ്പം ഞാൻ പുറകിലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, പുള്ളിക്ക് ബാലൻസ് കിട്ടുന്നില്ല. അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ സൈഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ബാലൻസ് തെറ്റിയിട്ട് ഈ സ്കൂട്ടർ പോയി കാറിലിടിച്ചു. അങ്ങനെ മറിഞ്ഞപ്പോഴത്തേക്കിനും അപ്പുറത്തുള്ള ചേച്ചി വിളിച്ചു കൂപ്പി കള്ളൻ എന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് പുള്ളിയെ പിടിച്ചു. എത്ര പവനുണ്ടായിരുന്നു സ്വർണം? അത് താലിയും ലോക്കറ്റും എല്ലാം കൂടെ 2 പവൻ ഉണ്ടായിരുന്നു. വലിയൊരു ധീരതയാണ് ആ സമയത്ത് പകച്ചു പോകാതെ. നമ്മുടെ കണ്ണിൻ മുന്നിൽ നിന്ന് ഇതിങ്ങനെ പറിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്തെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഇപ്പം ശരിക്കും ഓർത്തെടുക്കാനേ പറ്റുന്നുള്ളൂ. അന്നേരത്തെ ആ ഒരു ഇതിൽ ഓടിപ്പോയി. അപ്പൊ തന്നെ പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇയാളെ പിടിച്ചു നിർത്തി അതിനുശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. അതെ. പിടിച്ചതിന് ശേഷം ഇയാളുടെ ഒരു പ്രതികരണമൊക്കെ എന്തായിരുന്നു? പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഒരു കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ മയങ്ങി നിൽക്കുന്ന പോലെ പുള്ളി നിൽക്കുന്നത്. നമുക്ക് ഒന്നും പ്രതികരിക്കുന്നില്ല, പുള്ളി ആരോടൊന്നും സംസാരിക്കുന്നില്ല, വെറുതെ അങ്ങ് നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മാറി എല്ലാവരും കൂടെ വന്നപ്പോൾ ഇവിടെ മാറി നിൽക്കുക. പോലീസ് വന്നപ്പോൾ തന്നെ കൊണ്ടുപോയി. പുള്ളി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലല്ലേ, അത് വേറൊരാൾ പറിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാതെ എല്ലാവരും പ്രതികരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പം നമ്മളെ കൊണ്ടാവുന്നതല്ല, നമുക്ക് അധികം നമ്മളെ ഒന്നും ചിലപ്പം ഒരുപക്ഷെ എന്നെ കുത്തുമായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ടാവും വിധം പ്രതികരിക്കണം എന്നാണ് ഞാൻ. നമ്മൾ പേടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ പിന്നെ അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത്. ഇയാളുടെ ബൈക്കിന് പിന്നിൽ തൂങ്ങിക്കിടന്ന് പോയി. അപ്പൊ അതിൽ റോഡിലൂടെ ഇയാളെ വലിച്ചഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. അപ്പൊ പരിക്കൽക്കൊക്കെ ചെയ്തോ? ചെറുത് എല്ലാം മുട്ടൊക്കെ ഉരഞ്ഞിട്ടുണ്ട്. പിന്നെ കൈക്കൊക്കെ വേദനയുണ്ട്, ഇവിടെയൊക്കെ വേദനയുണ്ട്. എവിടെ ഇടിച്ചതെന്നൊന്നും എനിക്കപ്പം കഷ്ടപ്പെട്ട മുതലല്ലേ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മുടെ കണ്ണുമുന്നിൽ ഇങ്ങനെ പറിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഈ 2 പവന്റെ മാല നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്തേരം കഷ്ടപ്പെടണം. രജനി ചേച്ചിയുടെ ഹസ്ബൻഡാണ് റാം കിഷോർ. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് സ്ഥലത്തില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എനിക്ക് കോള് വന്ന് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഓടിയെത്തുന്നത്. അന്നേരം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവം കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. നിർവികാരനായി നിൽക്കുകയാണ്. അതെ. പുള്ളിക്കാരൻ ഒരു കൂസലും ഇല്ല, ഒരു റിയാക്ഷനും ഇല്ല പുള്ളിക്കാരൻ. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി മെൻ്റലി പ്രോബ്ലം ആണോ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത്. ശരിക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ ശരിക്കും ഒരു ഡ്രഗിന് അടിമപ്പെട്ട ഒരാളാണ്. അവരുടെ അച്ഛന് ശരിക്കും പറഞ്ഞ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞ് ഇങ്ങനെ 6 മാസം ഡി അഡിക്ഷൻ സെൻ്ററിലും മറ്റും കിടന്നതാണ് എന്നുള്ളത്. അന്നേരമാണ് ശരിക്കും ഇവൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാകുന്നത്. ഞങ്ങളത് തിരക്കി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു കുട്ടിയുടെ നേരെ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വീശി മാല എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ കൂടി അവിടുന്ന് അവന് രക്ഷപ്പെട്ട് വരുന്ന വഴിക്ക് ഓച്ചിറയിൽ ഒരു അമ്മയുടെ മാല പിടിച്ച് പറിക്കുകയുണ്ടായി. അത് അപ്പം ശരിക്കും ഞങ്ങളിവിടെ പരിശോധിച്ചപ്പോഴത്തേക്ക് പോക്കറ്റിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ മാല എടുത്ത് പരിശോധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വരവായിരുന്നു. അത് കഴിഞ്ഞ് ആ മാല പൊട്ടിച്ച സംഭവം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് പടിഞ്ഞാറ് വശമായിട്ട് ഒരു സ്പെയർ പാർട്സിൻ്റെ കടയുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓയിലിന് എങ്ങനെ വില, ഇഞ്ചിൻ ഓയിൽ വേണം, എനിക്ക് 1 ലിറ്റർ ഇഞ്ചിൻ ഓയിൽ വേണം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
ഓയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ദേഹത്തൊരു മുത്തുമാലയാണ് കഴുത്തിൽ കിടക്കുന്നത്. ഈ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മുത്തുമാലയാണ്. ഈ കുട്ടിയെ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് ഓയിൽ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്ന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. 100% അത് തന്നെയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അയാൾ വരുന്നത്. ഇവിടെ വന്ന് സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ശരിക്കും അത് വീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഈ സ്ഥാപനം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് വൈഫിനോട് വന്നിട്ട് ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിന് എത്രയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് വലിയ പരിക്കുകളും ചതവുകളൊന്നും ഉണ്ടാകാതെ സാധനവും തിരിച്ചു കിട്ടി. അതിൽ സന്തോഷം. ശരിക്കും പിടിവലി നടക്കുന്ന സമയത്ത് ഇവൾ ബൈക്കിൻ്റെ പുറകിന് പിടിക്കുന്ന സമയത്ത് അപ്പുറത്തെ ചേച്ചി, തയ്യക്കടയിലെ ചേച്ചിയാണ് വിളിച്ചു പോയി അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചെറുപ്പക്കാർ പിള്ളേർ വന്നിട്ട് ഇവനെ പിടിക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ മറ്റേ ആ കാറിൽ തട്ടി മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ആ ഒരേ ദിവസം തന്നെ പല സ്ഥലത്തും ഇത്തരത്തിൽ മാല പൊട്ടിക്കാൻ ശ്രമം നടത്തിയിട്ടാണ് അയാൾ ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് തീർച്ചയായും ലഹരിക്ക് അടിമയാണ്. എങ്ങനെയും ലഹരിക്ക് പണം കണ്ടെത്തുക എന്നാണ് ലക്ഷ്യം. അത് തന്നെയാണ് ലക്ഷ്യം. കക്ഷിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്താണെങ്കിലും രജനി ചേച്ചിയുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അല്ലേ? ഈ ഒരു സാഹചര്യം അത് തരണം ചെയ്തല്ലോ. അതെ തീർച്ചയായും. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗ്യം. അയാള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിന്റെ ആ ഒരു മുതല് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും അയാൾ അത് ഫൈറ്റ് ചെയ്ത് ശരിക്കും ഡിഫെൻഡ് ചെയ്ത് തന്നെയാണ് അത് നേടിയത്. വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ, നാട്ടുകാർ, എൻ്റെ നാട്ടുകാരും പിന്നെ കായംകുളത്തെ പോലീസ് സ്റ്റേഷനിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കരുനാപ്പള്ളി ആദ്യം പൊട്ടിക്കാൻ എന്തുവാ ഇല്ലേ ആ പൊട്ടിച്ച ആ മാല ഒന്ന് കാണിച്ചു ചേച്ചി. ജസ്റ്റ് പോയോ? മാലമോഷണം അവന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. അതാ അവന്റെ വണ്ടി കേട്ടോ. വണ്ടിയുടെ കാര്യം പറഞ്ഞോണ്ടോ? ആ പറഞ്ഞു സാറേ, അവൻ വന്ന വണ്ടി അവിടെ ഇരിക്കുക. വണ്ടി നമ്പർ ഇല്ല. രജനിയുടെ ധീരതയ്ക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. മന്ത്രി എം ലിജു അടക്കമുള്ള ആളുകൾ രജനിക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ ഇതേ രീതിയിൽ പ്രതികരിക്കണമെന്നാണ് രജനി ചേച്ചിക്ക് പറയാനുള്ളത്. ആലപ്പുഴ കായംകുളത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.